I know that I will get an opportunity to say thank you to you officially tonight. ഇന്ന് വൈകുന്നേരത്തെ സമയത്ത് ഔദ്യോഗികമായിട്ട് നിങ്ങളോട് താങ്ക് യു പറയാനുള്ള സമയമുണ്ടെന്ന് എനിക്കറിയാം. But I just want to take a minute to say that I really love you guys. നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു എന്ന് ഈ അവസരത്തിലും ഞാൻ പറയുന്നു. And if I were to leave for any other reason than the Lord Himself leading us, I would be a fool. ഞാൻ ദൈവം കർത്താവ് എന്നോട് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ കുടുംബമായിട്ട് മറ്റൊരു കാര്യത്തിൽ അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറുന്നു എന്ന് ഉള്ളത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാനൊരു മഠയനായി തന്നെ ഇരിക്കുമായിരിക്കുമല്ലോ. Because I know how much you love me. കാരണം എനിക്കറിയാം നിങ്ങൾ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന്. Because I know how much you pray for me. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്കറിയാം. And how much you care for me. ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നു എനിക്കറിയാം. And I've experienced it. My family has experienced it over the last 2 years. കഴിഞ്ഞ 2 വർഷക്കാലം ഞാനും എൻ്റെ കുടുംബവും ഇത് അനുഭവിച്ചു. And so thank you. വളരെ നന്ദിയുണ്ട്. Please do not stop praying for me. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിർത്തരുതേ. I really need it, and going forward as we step out in faith, we really need your prayers. വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ മുന്നോട്ട് വെക്കേണ്ടത് ഉള്ള സമയത്ത് പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടി കരുതലോടെ പ്രാർത്ഥിക്കണമേ. Amen. Praise the Lord. Last year at this time I was on my way to India to bury my father. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞാൻ ഇന്ത്യയിലേക്കുള്ള യാത്രയിലായിരുന്നു എൻ്റെ പിതാവിന്റെ വേർപാടുള്ള ബന്ധത്തിൽ. So it's a solemn weekend for me in many ways. ഈ ആഴ്ച എന്ന് പറയുന്നത് പല കാര്യങ്ങൾ ഓർക്കുമ്പോൾ പ്രത്യേകതയുള്ള ആഴ്ചയാണ്. But my testimony is that God is good. എന്നാൽ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ദൈവം നല്ലവനാണ്. Hallelujah. Praise the Lord. The Lord has laid a word on my heart this morning. ഇന്ന് രാവിലെ കാലം നിങ്ങളോട് പറയുവാനായിട്ട് ദൈവം എനിക്കൊരു വാക്യം നൽകി തന്നിട്ടുണ്ട്. And what I want to share about is Abraham's faith journey. അബ്രഹാമിന്റെ വിശ്വാസ യാത്രയെക്കുറിച്ചാണ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. And what I want you to do is to try to identify where you as an individual fit into this faith journey. ഈ വിശ്വാസ യാത്രയിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം, വിചാരിച്ചു നോക്കണം നമ്മളും എവിടെയാണ് ഈ യാത്രയിലെന്ന്. So I'm going to start from where Abraham started until he got the approval of God to go ahead. അബ്രഹാം യാത്ര ആരംഭിച്ച സ്ഥലത്ത് നിന്ന് ഞാനും ഇപ്പോൾ ഈ യാത്ര ആരംഭിക്കുകയാണ്, ഈ വചനങ്ങളിലൂടെ തന്നെ ദൈവം സന്ദർശിച്ച സ്ഥലം വരെയും. And I need you to identify or place yourself in this faith journey where you stand. ഈ വിശ്വാസ യാത്രയിൽ നമ്മൾ കേൾക്കുമ്പോൾ നമ്മളെ തന്നെ നമ്മൾ എവിടെ ആയിരിക്കുന്നു എന്ന് വിചിന്തനം ചെയ്യണം. So I'm going to start with the book of Genesis chapter 12. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നിന്നാണ് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നത്. Verses 1 through 3. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യഹോവ അബ്രഹാമിനോട് അരുളിച്ചെയ്തതെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാണ്ടിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. So Lord, as we try to identify our place in this faith journey, I pray that you would give us the grace and humility to listen to your word, and not just listen and be hearers, but doers of your word, O Father. പിതാവേ, ഞങ്ങളുടെ വിശ്വാസ യാത്രയിൽ ഞങ്ങൾ എവിടെയായിരിക്കുന്നുവെന്ന് ദൈവശബ്ദം കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. And bring about the change, Lord, by the renewing of our minds, Lord, the way only you can. കർത്താവെ, അങ്ങേക്ക് മാത്രം ചെയ്യാൻ തക്ക രീതിയിൽ ഇന്ന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. And I pray, Lord, that you would trigger something in our spirits, oh Lord, that would bring about this transformation or set this process of transformation into motion this morning. കർത്താവെ, ഞങ്ങൾ ഉണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുന്ന രൂപാന്തരം ഇപ്പോൾ തന്നെ ആരംഭിക്കുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞങ്ങളുടെ ആത്മാവിൽ അത് ആരംഭിക്കുവാനും ഇടയാക്കണമേ. In your name we pray. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. 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 So the journey of Abraham, it begins with chapter 12 of Genesis, of the book of Genesis. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ് അബ്രഹാമിന്റെ യാത്രയുടെ ആരംഭം നമ്മൾ കാണുന്നത്. In the very first verse it says, the Lord had said to Abram. അവിടെ എഴുതിയിരിക്കുന്നത് അബ്രഹാമിനോട് ദൈവം അരുളി ചെയ്തതെന്നാണ്. The word had over there, it has a specific meaning to it. അരുളി ചെയ്തിരുന്നു എന്ന് നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിന്
പ്രത്യേക ഒരു അർത്ഥമുണ്ട്. Because if we just read through it and miss that, it seems like, okay, so he was in Haran, and then from there he said his journey. അങ്ങനെ അല്ലാതെ വായിച്ചാൽ താൻ ഹാരാന് ആയിരുന്നപ്പോൾ പെട്ടെന്ന് തനിക്ക് ഗൈഡൻസ് കിട്ടി താൻ യാത്ര ആരംഭിച്ചതുപോലെ തോന്നിപ്പോകും. So I'm going to spare you the Hebrew details, but it does mean that there was something else. So there was another place where God had asked Abraham to start the journey and not Haran. എന്നാൽ അവിടെ നമ്മൾ വായിക്കേണ്ട രീതിയിൽ വായിച്ചു കഴിഞ്ഞാൽ ഹാരാനിൽ വെച്ചല്ല, അതിന് മുമ്പ് തന്നെ ദൈവം അബ്രഹാമിനോട് സംസാരിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. And so if we study that, we will realize that God had asked him to leave everything behind in a place called Ur of the Chaldeans. കൽദയരുടെ ദേശമായ ഊരിൽ വെച്ചാണ് യഥാർത്ഥത്തിൽ ദൈവം സകലതും വിട്ട് ദൈവത്തെ പിൻപറ്റുവാനായിട്ട് അബ്രഹാമിനോട് പറഞ്ഞത്. So this was a place in southern Babylon, which is Iraq right now. ഇപ്പോൾ ഇറാഖ് ആയിരിക്കുന്ന സദേൺ ബാബിലോണിലെ ഒരു സ്ഥലമാണിത്. And it was called Mesopotamia. It was a magnificent, a very prosperous civilization. വളരെ അതിശയിക്കുന്ന രീതിയിൽ നല്ല ഒരു സംസ്കാരമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. And that's where we hear about the Tower of Babel. ബാബേൽ ഗോപുരത്തെ കുറിച്ച് നമ്മൾ അവിടെ കേൾക്കുന്നു. And so they did some excavations not too long ago, and they found this prosperous, very, very great civilization in Mesopotamia. വളരെ പ്രസിദ്ധമായ ഈ സംസ്കാരത്തെ കുറിച്ച്, മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നു, കേൾക്കുന്നു. And Abraham's father, Terah, he was an idol manufacturer, but also he was very influential in the kingdom. ആ രാജ്യത്തെ ഒരു വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന ബിസിനസ്സുകാരനായിരുന്നു എബ്രഹാമിന്റെ പിതാവായ തെരഹ്. എന്നാൽ അത് മാത്രമല്ല, ആ രാജ്യത്ത് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയ അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു. And you know about Nimrod, and he was, a great mighty warrior, a hunter, and he was the king of that province. ആ കാലത്തെ അവിടുത്തെ രാജാവായിരുന്നത് നിമ്രോദ് എന്ന് പറയുന്ന രാജാവായിരുന്നു. താൻ വലിയ വീരനായിരുന്നു, യുദ്ധവീരനായിരുന്നു. And Abraham's family was very, very influential in that province. ആ സംസ്ഥാനത്ത് അബ്രഹാമിന്റെ ഫാമിലി കുടുംബം വളരെ പ്രസിദ്ധമായിരുന്നു. And in a prosperous civilization, and this is an influential family, and God is telling Abraham, I need you to leave everything, all of your influence, everything that you know behind, even your household, and set to a place that you do not know. വളരെ പ്രസിദ്ധമായ ഈ സംസ്കാരത്തിൽ ജീവിക്കുന്ന വളരെ ധനികരായ ഈ കുടുംബം ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിരിക്കുന്ന സമയത്ത് അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, നിനക്കുള്ളതും നിന്റെ കുടുംബത്തെയും എല്ലാം വിട്ടിട്ട് ഞാൻ കാണിപ്പാണ്ടിരിക്കുന്ന ദേശത്തേക്ക് പോകുക. So there's at least 3 things that the Lord is demanding or asking of Abraham. ഒരു പക്ഷേ 3 കാര്യമെങ്കിലും ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെടുന്നു. It says, leave your country. നിന്റെ രാജ്യത്തെ ദേശത്തെ നീ വിടുക. Abraham says, okay, I'm going to leave this prosperous, this civilization, this great province, I'm going to leave that. ഈ നല്ല ദേശത്തെ, ഈ സംസ്കാരത്തെ ഞാൻ വിടുവാൻ തയ്യാറാണ്. And God says, leave your people. നിന്റെ ചാർച്ചക്കാരെ നീ വിടുക. Oh, all these people that I know, and they are under my influence, and I'm going to leave all of that. He says, okay, God, I'm going to leave that. എന്റെ അധികാരത്തിലും ഈ സംസ്കാരത്തിലും പരിചയത്തിലുമുള്ള ഇത്രയും ജനത്തെ ഞാൻ വിടാൻ തയ്യാറാണ് കർത്താവേ. And then God says, leave your father's household as well. ദൈവം പിന്നെയും പറയുകയാണ്, നിന്റെ പിതാവിന്റെ പിതൃഭവനത്തെയും വീട്ടിലുള്ള എല്ലാവരെയും വിടുക. But if you read chapter 12, we see that his family has tagged along with him. എന്നാൽ 12-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം, തന്റെ കുടുംബം കൂടെ തന്റെ കൂടെ യാത്ര ചെയ്തു. And God said, no, I need you to leave your household behind. ദൈവം പറഞ്ഞു, നിന്റെ കുടുംബക്കാരെ നീ വിട്ടിട്ട് മുന്നോട്ട് വരണം. But his father has tagged along with him. എന്നാൽ തന്റെ പിതാവ് തന്നോട് കൂടെ യാത്ര ആരംഭിച്ചു. And guess what came with his father? His idols. ഈ പിതാവ് മാത്രമല്ല കൂടെ വന്നത്, പിതാവിന്റെ വിഗ്രഹങ്ങളും തന്നോട് കൂടെ വന്നു. So it was a great deal for Abraham to leave his country and his people and his influence and his position and all of that, but he was not willing to leave his father and his household. തനിക്ക് തന്റെ ചാർച്ചക്കാരെയും തന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും ഒക്കെ വിടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞു. എന്നാൽ അബ്രഹാമിന് തന്റെ പിതാവിനെയോ പിതാവിന്റെ കൂടെയുള്ള വിഗ്രഹങ്ങളെയോ വിട്ടുകളയുവാൻ സാധിക്കാതെ വന്നു. Oh, he's my own father. I'm gonna, it's okay. I left everything else. Let him just come along with me. ഇതെന്റെ പിതാവിന്റെ കാര്യമല്ലേ, എല്ലാം ഞാൻ വിട്ടുകളഞ്ഞല്ലോ, എന്റെ പിതാവ് എന്റെ കൂടെ വന്നോട്ടെ. So they make the 600-mile journey to a place called Haran. 600 മൈല് ദൂരം യാത്ര ചെയ്ത് ഹാരാനിലേക്ക് അവരെല്ലാവരും കൂടെ വന്നു. And then if you read chapter 11 verse 31, 11-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം വായിക്കുമ്പോൾ it says, when they came to Haran, they settled there.
തേരഹ് തന്റെ മകനായ അബ്രഹാമിനെയും ഹാരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും കൊണ്ടുവന്ന് അവരുടെ കൽദയരുടെ ദേശം പട്ടണമായ ഊരിൽ വന്ന് പാർത്തു. They settled there. അവിടെ അവര് അവിടെ താമസം ആരംഭിച്ചു. Aha, this is the place I need to be. ഇവിടെയാണ് ഞാൻ താമസിക്കേണ്ട സ്ഥലം. This is pretty good. I mean, I like this place. Oh man, we 600 miles of journey. They didn't have any modern means of traveling at that time, so they traveled all these months and perhaps years and got to this place, and now they feel like, aha, this is it. ഒരുപക്ഷെ മാസങ്ങളോ വർഷങ്ങളോ യാത്ര ചെയ്ത് 600 മൈൽ യാത്ര ചെയ്ത് ആ കാലത്തെ യാത്രയാണല്ലോ ഇവിടെ വന്ന് അവരെ സെറ്റിൽ ചെയ്യുവാൻ തീരുമാനിച്ചു. അപ്പോൾ തന്നെ തനിക്ക് സന്തോഷമായി. നല്ല അനുഗ്രഹിക്കപ്പെട്ട ദേശം. So it's a big deal for Abraham. അബ്രഹാമിന് വലിയൊരു കാര്യമാണത്. Because he left his country. കാരണം തന്റെ ദേശത്തെ വിട്ടു. He left his people. അവിടുത്തെ ചാർച്ചക്കാരെയെല്ലാം വിട്ടു. He left his position, his influence, everything. തനിക്കിപ്പോൾ ഉള്ള പദവികളും ഇൻഫ്ലുവൻസുകളും തനിക്കുള്ളതെല്ലാം താൻ വിട്ടു. Made this 600-mile journey. 600 മൈൽ യാത്ര ചെയ്തു കഴിഞ്ഞു. And he's in a place called Haran. ഹാരാനിലേക്ക് വന്നു കഴിഞ്ഞു. And he's settled there. അവിടെ സ്ഥിരതാമസമാക്കി. Now, of course, Abraham did not have the full picture in the scheme of things how God does. ദൈവം കാണുന്ന ആ പദ്ധതിയുടെ മുഴുവൻ പിക്ചറും തനിക്ക് കാണാൻ കഴിയുന്നില്ല. But he thought, I did my best. This is the best I gave to God. ഞാൻ ദൈവത്തിന് എൻ്റെ കഴിവിന്റെ എല്ലാം നല്ലത് ദൈവത്തിന് കൊടുത്തു എന്ന് താൻ വിശ്വസിച്ചു. I have given everything that I could to this God Yahweh. യാഹ്വേ എന്ന് പറഞ്ഞ ദൈവത്തിന് എനിക്ക് കൊടുക്കാവുന്നത് നല്ലത് ഞാൻ കൊടുത്തു കഴിഞ്ഞു. But in the grander scheme of the call of Abraham had only finished about 25%. എന്നാൽ ദൈവത്തിന്റെ വിളിയുടെ ആ വലിപ്പത്തിൽ നോക്കുമ്പോൾ ദൈവവിളിയുടെ 25% പോലും ആയിട്ടേ ഉള്ളൂ. So 100% and right now he's at 25%. 100% തികയ്ക്കണമല്ലോ, 25% നിൽക്കുകയാണ്. So he's left his country, he's left his people, he's left everything that he knew behind. He's traveled 600 miles, but that's only 25% of his faith journey. തന്റെ വിശ്വാസ ജീവിതത്തിന്റെ 25% മാത്രമേ ആയിട്ടുള്ളൂ. തന്റെ ദേശത്തെ വിട്ടു, തന്റെ ചാർച്ചക്കാരെ വിട്ടു ഇവിടെ ആയിരിക്കുന്നു. Number 2. രണ്ടാമത്തെ കാര്യം. And then God says to Abraham, അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, I need you to give up your relationships as well while you are here at Haran. നീ ഹാരാനിൽ ആയിരിക്കുമ്പോൾ നിനക്കുള്ള ചില ബന്ധങ്ങളുടെ നീ ഇവിടെ വിടേണ്ടതായിരിക്കുന്നു. He says, I need you to leave your father's household. നിന്റെ പിതാവിന്റെ കുടുംബത്തിലുള്ള പിതൃഭവനത്തെ നീ ഇവിടെ വെച്ച് വിട്ടേ ഒക്കത്തുള്ളൂ. You mean it's not enough for me to leave my country? ഇത്രയും ദേശത്തെ എല്ലാം വിട്ടിട്ട് ഇവിടെ വരെ വന്നത് മതിയായില്ലേ? Such a prosperous nation and I left all of that and I'm here. Is that not enough? വളരെ അനുഗ്രഹിക്കപ്പെട്ട സമ്പൽ സമൃദ്ധമായ ദേശത്തെ ഞാൻ വിട്ടത് പോരെ? Is it not enough that I left all the people and all the influence and everything that I knew and I traveled for 600 miles? എനിക്ക് ഇത്രയും പരിചയമുള്ള അറിയാമായിരുന്ന ജനത്തെയും ദേശത്തെയും വിട്ട് 600 മൈൽ സഞ്ചരിച്ചെങ്കിൽ മതിയായില്ലേ? And as a nomad, I'm pitching tents and living in here and there, and is that not enough? ഞാൻ ഇങ്ങനെ വെറും സഞ്ചാരകനായി കൂടാരങ്ങളിൽ പാർത്ത് ഇത്രയും ഇവിടെ ആയിട്ടും പോരെ ഇത്? God says, no, I need you to leave your household as well, just like I had told you before. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതുപോലെ ഇത് മാത്രം പോരാ, നിന്റെ പിതൃഭവനത്തെ നീ വിട്ടേ ഒക്കത്തുള്ളൂ. Because that's what chapter 12 verse 1 says. അങ്ങനെയാണ് 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ The Lord had said to Abraham. അബ്രഹാമിനോട് നേരത്തെ അരുളി ചെയ്തിരുന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. And that's why Terah dies in this place called Haran. അവിടെ വെച്ചാണ്, ഹാരാനിൽ വെച്ചാണ് അബ്രഹാമിന്റെ പിതാവ് തേരഹ് മരിക്കുന്നത്. There are certain things that you and I may be holding on to. നമ്മൾ ഒരുപക്ഷെ ചില കാര്യങ്ങൾ വളരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നു കാണും. Which needs to die. അത് ചിലത് മരിച്ചേ ഒക്കത്തുള്ളൂ. And we are just holding on to it. എന്നാൽ നമ്മൾ അത് വിടാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. And we are kind of bargaining with God. ദൈവത്തോട് ചില സംവാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. God, didn't I leave this and that and did everything that you'd asked me to do? ദൈവമേ, ഞാൻ എന്നോട് പറഞ്ഞ ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വിട്ടിട്ട് വന്നില്ലയോ? But it's just one thing. ഈ ഒരു കാര്യം മാത്രമേ God says you need to leave that as well. ദൈവം പറയുക, നിന്റെ കയ്യിലിരിക്കുന്നത് നീ അതും കൂടെ വിട്ട് കളയണം. He is my own father. എന്റെ സ്വന്തം പിതാവിന്റെ കാര്യമാണ് പറയുന്നത്. It's my household. അത് എന്റെ കുടുംബത്തിന്റെ ഭാഗമാണ്. But that's what I'm asking of you, Abraham. അബ്രഹാമേ, ഞാൻ നിന്നോട് പറയുന്ന ആ കാര്യം തന്നെയാണ്. You need to leave your household as well. നിന്റെ പിതൃഭവനത്തിൽ ഉള്ളതിനെ എല്ലാം വിടണം നീ. Because if you don't, I'm going to make sure that happens.
നീ വിടുന്നില്ലെങ്കിൽ ആ കാര്യം സംഭവിക്കേണ്ട രീതിയിൽ സംഭവിക്കുമെന്ന് ഞാൻ ഉറപ്പാക്കും. Because that's the only way it works in the call of God. ദൈവ വിളിയിൽ ഒറ്റ കാര്യം മാത്രമേ സംഭവിക്കത്തുള്ളൂ. ദൈവത്തിന്റെ പദ്ധതി, His work can only be done His way. ദൈവത്തിന്റെ പദ്ധതി ദൈവത്തിന്റെ വഴിയിലൂടെ മാത്രമേ നടക്കത്തുള്ളൂ. Because this is a God who demands everything. ഈ ദൈവം എന്ന് പറയുന്നത് മുഴുവൻ ചോദിക്കുന്ന ദൈവമാണ്. Hallelujah. Praise the Lord. So Terah dies. തേരഹ് അവിടെ വെച്ച് ഭരിക്കുന്നു. Okay? I suppose nothing is holding me anymore. ഇനി എനിക്ക് തടസ്സമായിട്ടൊന്നും ഇല്ലല്ലോ. My people, my country, even my household, God. ദൈവമേ, എന്റെ ദേശത്തെ ഞാൻ വിട്ടു, ചാർച്ചക്കാരെയും വിട്ടു, ഇനി കുടുംബത്തിലും ആരുമില്ല. So he sets on his 400-mile journey to a place called Shechem. ഇനി ഒരു 400 മൈൽ യാത്ര ഷെക്കേമിലേക്കുണ്ട്. He gets over there, അവിടെ ചെന്ന് ചേർന്നു, worships God, ദൈവത്തെ ആരാധിച്ചു, the Yahweh God, ദൈവത്തെ യഹോവയെ ആരാധിച്ചു, builds an altar over there. യഹോവയ്ക്ക് വേണ്ടി ഒരു യാഗപീഠം പണിതു. Finally, I'm in the land of Canaan. കനാൻ ദേശത്തിൽ ഞാൻ ഇങ്ങനെ അവസാനം വന്നു ചേർന്നു. Whew, God, you must be really, really pleased with me right now. ദൈവമേ, നീ ഇപ്പൊ എന്നെ ഓർത്ത് വളരെ സന്തോഷിക്കുമായിരിക്കുമല്ലോ. Oh, I left my country, I left my people, I left my household and traveled almost 1,000 miles or probably more. എന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും ഫൈനലി വീട്ടുകാരെയും എല്ലാം വിട്ട് 600 പിന്നെ ഒരു 400 1000 മൈൽ യാത്ര ചെയ്തപ്പോൾ നിനക്ക് സന്തോഷമായി. Oh, I'm finally in Canaan, the promise of God, the promised land. വാഗ്ദത്തത്തിന്റെ ദേശമായ കനാനിൽ ഞാൻ വന്നല്ലോ. And he moves around here, there, in different places in Canaan and goes down to Egypt and comes back. And കനാൻ ദേശത്ത് പല സ്ഥലങ്ങളിൽ താൻ പാർക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നു. ഇടയ്ക്ക് ഈജിപ്തിലേക്ക് മിസ്രൈമിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. but he is very content with the thought as he's finally fulfilled whatever God had asked him in his call. താൻ വളരെ സംതൃപ്തനായ ഒരു വ്യക്തിയാണ്. കാരണം ദൈവം തന്നോട് പറഞ്ഞത് തനിക്ക് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞു എന്നുള്ള വിചാരത്തിൽ. And he's waiting for God's promises to be fulfilled in his life as a result of his complete obedience. തന്റെ അനുസരണത്തിന്റെ ഫലമായി തന്റെ ജീവിതത്തിലേക്ക് വരുവാനിരിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ കാത്തിരിക്കുകയാണ്. And what are the blessings? എന്താണ് അനുഗ്രഹങ്ങൾ? Verse 2. രണ്ടാമത്തെ I വാക്യം, will make you a great nation. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, Oh, I will bless you. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, And I will make your name great. നിന്റെ പേര് വലുതാക്കും, And you will be a blessing. നീ ഒരു അനുഗ്രഹമായിരിക്കും. And Abraham is ready to receive all these blessings. ഈ അനുഗ്രഹങ്ങളൊക്കെ വരാൻ വേണ്ടി ഇങ്ങനെ Oh, കാത്തിരിക്കുകയാണ്. God, I've done everything. I've answered your call. I'm in Canaan. I'm ready to receive your blessings. കർത്താവേ, ദൈവമേ, നീ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തിട്ട് ഇതാ അനുഗ്രഹങ്ങൾ ഇങ്ങോട്ട് വരട്ടെ എന്ന് കാത്തിരിക്കുന്നു. He says, wait a minute. ഒരു നിമിഷം. Well, if these promises were to come true, I need a son. I need somebody to have an offspring with. ഈ അനുഗ്രഹങ്ങളൊക്കെ കടന്നു വരണമെങ്കിൽ എനിക്കൊരു മകൻ വേണം, എങ്കിൽ മാത്രമേ നടക്കത്തുള്ളല്ലോ. I don't have a son. And how's it going to work out? ഇതെങ്ങനെ നടക്കാൻ പോകുന്നു? എനിക്ക് മകനില്ലല്ലോ. And if my offspring is going to be like that, and so many people are going to be blessed through me and my offspring, then I need a son. എന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊരു മകൻ വേണമല്ലോ. And of course, then we read in chapter 16, as we fast forward, we see that Abraham takes the matters into his own hands and had a son. 16-ാം അധ്യായത്തിൽ നമുക്ക് അറിയാം, കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അബ്രഹാം ആ വിഷയം തന്നെത്താൻ ഹാൻഡിൽ ചെയ്യുവാൻ ശ്രമിച്ചു. And so they have a son, and they're like, oh, this is it. Oh, this is it. All right, I'm ready to receive the promises of God now. അങ്ങനെ പെട്ടെന്ന് തനിക്കൊരു മകനുണ്ടായി. ആ മകനിലൂടെ തനിക്ക് പറഞ്ഞ അനുഗ്രഹങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. Finally, I'm at the right place. ഞാൻ അവസാനമായിട്ട് ദൈവം പറഞ്ഞ സ്ഥലത്തെത്തി. I am at the right time. ഞാൻ ദൈവത്തിന്റെ സമയത്തേക്ക് വന്നു. I even have the son. എനിക്കൊരു മകനും ഉണ്ടായി. Wow, this is incredible. Oh, think about being at the right place at the right time. Positioning yourself. Oh, in the plan of God. Abraham did everything that he could do. ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും നമ്മുടെ ജീവിതത്തിൽ ഉള്ളതിൽ കറക്റ്റ് സമയത്ത് കറക്റ്റ് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ വന്നു ചേർന്നിരിക്കുന്നുള്ള വിചാരം. But of course, in the larger scheme of God's call, എന്നാൽ ദൈവത്തിന്റെ വിളിയുടെ വലിയ പദ്ധതിയിൽ അവിടെ ആയിരിക്കുമ്പോൾ, and Abraham doesn't know the larger scheme. അത് അബ്രഹാമിന് അറിയത്തില്ല. Well, he's progressed from 25% to 50%. ഇപ്പോൾ താൻ തന്റെ വിളിയുടെ 25% നിന്ന് 50% വന്ന് നിൽക്കുകയാണ്. But Abraham is thinking he did it all. എന്നാൽ അബ്രഹാം വിചാരിക്കുന്നത് താൻ 100% തികച്ചു എന്നാണ്. And the word of the Lord comes to Abraham. അവിടെ വെച്ച് ദൈവത്തിന്റെ വാക്കുകൾ അവന് കേൾക്കുവാനിടയായി. I need you to give up your son Ishmael. നിന്റെ മകനായ ഇസ്മായിലിനെ നീ വിട്ടുകളയണം. We read that in chapter 21. Chapter 21, 21-ാം അധ്യായം.
Wait. There must have been a mistake. എവിടെയോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. I mean, for your promises to come true into my life, I need a son. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ എനിക്കൊരു മകൻ ഉണ്ടാവണമല്ലോ. And so, I have a son. അതുകൊണ്ടല്ലേ എനിക്കൊരു മകൻ ഉണ്ടായത്. You mean it is not enough for me to leave the country? എന്റെ രാജ്യം വിട്ടിട്ട് പോകുന്നത് മാത്രം മതിയായില്ലേ? Not enough to leave the people that I knew? എനിക്കറിയാവുന്ന എന്റെ ജനത്തെയെല്ലാം ഞാൻ വിട്ടില്ലേ? You mean it's not enough to leave my household, my parents, my father? എന്റെ വീട്ടിലുള്ള എല്ലാവരെയും എന്റെ പിതാവിനെയും എല്ലാം ഞാൻ ഉപേക്ഷിച്ചില്ലേ? Is it not enough for me to travel all this while and coming to the promised land? ദൈവമേ, അവിടുന്ന് പറഞ്ഞ വാഗ്ദത്ത ദേശം വരെ ഞാൻ യാത്ര ചെയ്തില്ലേ? Is it not enough for me to position myself and even have a son of my own that you promised? അവിടുന്ന് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ തയ്യാറാക്കി. ഇപ്പോൾ എനിക്കൊരു മകനും ഉണ്ടായല്ലോ. And God says, no, Abraham, you got that one wrong. ആ ദൈവം പറഞ്ഞു, എബ്രാമേ, നീ ഇപ്പൊ പറഞ്ഞത് ശരിയായില്ലെന്ന്. He says, that's not your son of promise, that's your son of compromise. അത് നിന്റെ വാഗ്ദത്തത്തിന്റെ സന്തതിയല്ല, നീ കോംപ്രമൈസ് ചെയ്തുകൊണ്ടുണ്ടായ And സന്തതിയാണ്. I need you to give up your son of compromise. നീ ഇങ്ങനെ ഉണ്ടാക്കിയ ഈ മകനെ കോംപ്രമൈസ് കൊണ്ട് നീ നിന്റെ That's not your son of promise. അത് വാഗ്ദത്തത്തിന്റെ സന്തതിയല്ല, That's your son of compromise. അത് കോംപ്രമൈസ് കൊണ്ട് നീ ഉണ്ടാക്കിയ നിന്റെ സഖ്യത്തിലൂടെ ഉണ്ടായതാണ്. Yes, you did great in leaving your country and everything that you knew. നീ രാജ്യത്തു നിന്ന് നിന്റെ ദേശത്തു നിന്ന് പോകുന്നതൊക്കെ നല്ല കാര്യം. That is great. I really commend you for all of that. അങ്ങനെയുള്ള അനുസരണത്തിനായി ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നു. And yes, you are in the promised land. This is the land I wanted you to be നീ in. ആയിരിക്കേണ്ട ദേശത്ത് തന്നെയാണ് നീ വന്നിരിക്കുന്നത്. But this is not your promised son. This is your son of compromise. ഇത് എന്നാൽ ഈ സന്തതി അല്ല, ഈ മകനല്ല നിന്റെ വാഗ്ദത്ത സന്തതി. I need you to get rid of this son of compromise. ഈ കോംപ്രമൈസിന്റെ മകനെ നീ വിട്ട് കളഞ്ഞു വെക്കത്തുള്ളൂ. And let me tell you this morning, my dear friends. ഇന്ന് രാവിലെ കാലം പ്രിയ സഹോദരങ്ങളെ ഞാൻ പറയട്ടെ, God knows your compromises inside out. നമ്മുടെ ജീവിതത്തിലെ നമ്മൾ തന്നെ വെച്ചിരിക്കുന്ന സാധ്യതകളും നമ്മൾ തന്നെ വെച്ചിരിക്കുന്ന അഡ്ജസ്റ്റ്മെന്റും ദൈവം അറിയുന്നു. He knows it inside out. അതിന്റെ അകത്തുനിന്ന് പുറത്തോട്ട് ദൈവം അറിയുന്നു, ഉള്ളിനെ ഉള്ളതുപോലെ അറിയുന്നു. You cannot answer the call of God fully with the son of compromise. ഇങ്ങനെ കോംപ്രമൈസിന്റെ ഒരു സന്താനത്തെ ഉള്ളിൽ വെച്ചുകൊണ്ട് ദൈവത്തിന്റെ വിളിയുടെ മുഴുവൻ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ. But he's my own son. ദൈവമേ, ഇത് എന്റെ മകനാണ്. Son of compromise. എന്നാൽ ഇത് കോംപ്രമൈസിന്റെ മകനാണ്. So with a very heavy heart of a father, ഒരു പിതാവിന്റെ വലിയ വേദനയോടുള്ള ഹൃദയത്തോടുകൂടെ he sends his son away. തന്റെ മകനെ താൻ പറഞ്ഞു വിടുന്നു. Finally, അവസാനമായിട്ട്, I have obeyed God. ദൈവമേ, ഞാൻ നീ പറഞ്ഞതെല്ലാം ചെയ്തു. I gave up my country, my people, my household, and I traveled this far, everything that I knew, and I even gave up my son of compromise. This is it. ദൈവമേ, നീ പറഞ്ഞ ദേശത്ത് നിന്ന് ഞാൻ എല്ലാം വിട്ടിട്ട് ഇവിടെ വന്നു, ഈ ഇത്രയും സഞ്ചരിച്ചു, കനാൻ ദേശത്ത് വന്നു, അവസാനം എന്റെ മകനെയും ഞാൻ വിട്ടുകളഞ്ഞു. I can't wait for God's promises to come true in my life now. ഇനി എന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കടന്നു വരുന്നതിന് എനിക്ക് ഇനി വെയിറ്റ് ചെയ്യാൻ കഴിയത്തില്ല. But of course, in the grander scheme of things, he is now not 25%, not 50%, he's come 75%. ദൈവത്തിന്റെ വലിയ അനുഗ്രഹത്തിന്റെ പദ്ധതിയിൽ തന്റെ ജീവിതത്തെ ഉദ്ദേശത്തില് 25 അല്ല 50 അല്ല 75% വന്നു. But of course, Abraham thinks he's done it all. എന്നാൽ എബ്രഹാമിന്റെ വിചാരം താൻ എല്ലാം ചെയ്തു എന്നാണ്. What else can I do? ഞാൻ ഇനി എന്ത് ചെയ്യണം? My goodness, I gave up everything that I knew. എനിക്ക് അറിയാവുന്നത് മുഴുവൻ ഞാൻ ചെയ്തു തീർത്തു. And on top of that, I gave up my own son, the son of compromise. I gave it all, and now I'm ready to receive your promises, God. അത് മാത്രമല്ല, എനിക്കുണ്ടായ എന്റെ മകനെ കൂടെ, കോംപ്രമൈസിന്റെ മകനായിരിക്കുന്ന എന്റെ മകനെ കൂടെ ഞാൻ വിട്ടുകളഞ്ഞു. ഇനി എനിക്ക് അനുഗ്രഹത്തിന് തടസ്സം എന്താണ്? I'm ready. ഞാൻ തയ്യാറാണ്. Chapter 22, verse 2. 22-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. Then God said, ദൈവം പറഞ്ഞു, take your son, നിന്റെ മകനെ എടുക്കുക, your only son, നിന്റെ ഏകജാതനായ മകനെ തന്നെ, whom you love, നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ തന്നെ, Isaac, ഐസക്കിനെ, and go to the region of Moriah. മോറിയ ദേശത്തേക്ക് പോകുക, sacrifice him there അവിടെ അവനെ യാഗം കഴിക്കുക, as a burnt offering. ഒരു ഹോമയാഗം കഴിക്കുക, on the mountain I will show you. ഞാൻ കാണിക്കുന്ന മലയിൽ. Wait a minute, God.
ദൈവമേ, No. This is not my son of compromise. This is my son of promise, God. What are you talking about? നീ എന്താണ് ഇപ്പൊ പറയുന്നത്? നേരത്തെ പറഞ്ഞ കോംപ്രമൈസിന്റെ സന്താനമല്ല, ഇത് വാഗ്ദത്ത സന്തതി എനിക്ക് ലഭിച്ചതാണല്ലോ. This is the most prized possession I have. I don't have anything more precious than this. എനിക്ക് ഇതിൽ പരമായിട്ട് വിലയേറിയതായിട്ട് ജീവിതത്തിൽ ഒന്നുമില്ല This ദൈവമേ. is my own son Isaac. ഇത് ഇസ്ഹാക്കാണ്, എന്റെ സ്വന്തം മകനാണ്. No. This is not my son. This is not Ishmael, God. There must be a This is Isaac. This is the son that you have given me. This is the son of promise. ദൈവമേ, നിനക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. നീ ഉദ്ദേശിക്കുന്ന മകനല്ല ഇത്. ഇത് എന്റെ മകനായ ഞാൻ സ്നേഹിക്കുന്ന ഇസ്ഹാക്കാണിത്. This can't be real. ഇത് നീ പറയുന്നത് ശരിയാകാൻ യാതൊരു ചാൻസും ഇല്ല. And by this time, he's gone through some brokenness in his life. തന്റെ ജീവിതത്തിലൂടെ താൻ ഹൃദയം തകരുകയാണ്. Because he's walked with God long enough to begin to understand the heart of God. താൻ ദൈവത്തോടു കൂടെ ഇത്രയും നാളുകൾ നടന്നു. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ വേദനയും ഹൃദയവും അവൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. And God is not enough to leave my country. ദൈവമേ, എന്റെ രാജ്യം മുഴുവൻ വിട്ടത് മതിയില്ലേ? Is it not enough to leave my people and everything that I knew, my power, my position, my influence, everything, God? എനിക്കുണ്ടായിരുന്ന സ്ഥാനവും മാനവും വീട്ടുകാരെയും നാട്ടുകാരെയും എല്ലാം വിട്ടത് പോരെ? Everything that was familiar to me. എനിക്ക് പരിചയമുള്ള എല്ലാത്തിനും ഞാൻ വിട്ടില്ലേ? And traveled thousands of miles. ആയിരക്കണക്കിന് മൈൽ ഞാൻ യാത്ര ചെയ്തില്ലേ? As a nomad and living in tents in all these places. ഒരു വെറും സഞ്ചാരകനായിട്ട് കൂടാരങ്ങളിലൊക്കെ ഞാൻ പാർത്ത് And go താമസിച്ചില്ലേ? through the pain of sending my own son Ishmael away from my house. എന്റെ സ്വന്തം മകനായ ഇസ്മായിലിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട വേദന ഞാൻ അനുഭവിച്ചില്ലേ? This is a God who demands everything. ഈ നമ്മുടെ ദൈവം നമുക്കുള്ളതിനെ മുഴുവൻ ചോദിക്കുന്ന ദൈവമാണ്. By this time, he understood that this is not a God with whom I can play around with. ഒരു കാര്യം അബ്രാഹാമിന് മനസ്സിലായി, ഈ ദൈവത്തോട് കളിക്കാൻ ഒക്കത്തില്ല. This is a God who demands everything. ഈ ദൈവം നമുക്കുള്ളതിനെ മുഴുവൻ ചോദിക്കുന്ന ദൈവം. This is a God who will fulfill his promise no matter what. എന്തായിരുന്നാലും വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. And Abraham understood that beyond a shadow of a doubt. ഒരു സംശയവുമില്ലാതെ അബ്രാഹാമിന് അത് മനസ്സിലായി. Even if he asked me for even my promised child, എന്റെ വാഗ്ദത്ത മകനെ പോലും ചോദിച്ചാലും ദൈവം അത് ചെയ്യും. I know this God enough ഇപ്പോൾ എനിക്ക് ഈ ദൈവത്തെ അറിയാം. that he will raise my son if he needed to. ഈ ആവശ്യമെങ്കിൽ എന്റെ മകനെ എഴുന്നേൽപ്പിക്കുവാൻ, വീണ്ടും ജീവൻ കൊടുക്കുവാൻ ഈ ദൈവത്തിന് കഴിയും. I have walked with him enough ഞാൻ അവനോട് കൂടെ ഇത്രയും നാൾ that I നടന്നു. know this God, എനിക്ക് ഈ കർത്താവിനെ that അറിയാം. I understand this ഞാൻ ഈ God. ദൈവത്തെ I അടുത്തറിയുന്നു. know this God. എനിക്ക് ദൈവത്തെ He അറിയാം. is a God who demands ഈ everything. ദൈവം എന്റെ ജീവിതത്തിലുള്ള മുഴുവൻ ചോദിക്കുന്നു. Yes, it is not enough to leave my country. എന്റെ രാജ്യത്തെ ഞാൻ തിരിച്ച് വിട്ടിട്ട് പോന്നു Yes, it പോരാ. is not enough to leave my people. എന്റെ ആൾക്കാരെ ഞാൻ വിട്ടത് പോരാ. Yes, it is not enough to leave my power, my position, my everything. എന്റെ അധികാരവും എന്റെ കൂട്ടുകാരെയും എനിക്കുള്ളതിനെ വിട്ടത് പോരാ. It is not enough that I traveled so much and as a nomad I pitched tents and lived here and there. ഒരു സഞ്ചാരിയെ പോലെ എന്റെ രാജ്യം വിട്ട് ആയിരക്കണക്കിന് മൈലുകൾ യാത്ര ചെയ്തത് പോരെ എന്റെ I didn't ദൈവത്തിന്. even have a place that I could call my own. എനിക്ക് എന്റേതെന്ന് പറയാൻ ഒന്നുമില്ലല്ലോ. Even that is not enough. അതുപോലും ദൈവത്തിന് പോരാ. And I gave up my own son Ishmael. Even that is not enough. എനിക്ക് എന്റെ മകനായ ഇസ്മായിലിനെ ഞാൻ വിട്ടുകൊടുത്തു, എന്നിട്ടും ഈ ദൈവത്തിന് This is മതിയാവുന്നില്ല. a God who demands everything. ഈ ദൈവം എനിക്കുള്ളതിനെ മുഴുവൻ ചോദിക്കുന്നു. Friends, that's the kind of God you and I follow. ഞാനും നിങ്ങൾ സേവിക്കുന്ന ദൈവം ഈ ദൈവമാണ്. That's the only way to follow this God. ഈ ദൈവത്തെ പിൻചെറ്റുവാൻ മറ്റൊരു You മാർഗവുമില്ല. can't serve this God giving up your 25%. നമ്മുടെ ജീവിതത്തിലെ 25% വിട്ടുകൊടുത്തിട്ട് ഈ ദൈവത്തെ ആരാധിക്കാൻ And ഒക്കത്തില്ല. not even 50%. 50 കൊടുത്തിട്ട് ഈ ദൈവത്തെ Or ആരാധിക്കാൻ not ഒക്കത്തില്ല. even 75%. 75% ഈ ദൈവത്തിന് കൊടുത്തിട്ട് This ഈ ദൈവത്തെ God ആരാധിക്കാൻ ഒക്കത്തില്ല. demands 100%. ഈ ദൈവം ജീവിതത്തിലെ 100% This is a ചോദിക്കുന്നു. God who demands it all. ഈ ദൈവം നമ്മുടെ ജീവിതത്തെ മുഴുവൻ ചോദിക്കുന്നു. Hallelujah to the Lamb of God. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. I trust this God. ഈ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise the Lord. Hallelujah. Get ready, Isaac. Let's go. ഇസ്ഹാക്കേ, നമുക്ക് പോകാം.
travels to Mount Moriah. മോറിയ മലയിലേക്ക് പോവുകയാണ്. Just about ready to sacrifice his only son. തൻ്റെ ഏകജാതനായ മകനെ യാഗം കഴിക്കാൻ തയ്യാറെടുക്കുകയാണ്. And the heaven calls out, സ്വർഗം വിളിക്കുകയാണ്, you have obeyed me 100%. നീ എന്നെ 100% അനുസരിച്ചു കഴിഞ്ഞു. Oh, the heaven opens up. സ്വർഗം തുറക്കുകയാണ്. And a voice from heaven comes out. സ്വർഗത്തിൽ നിന്ന് ശബ്ദമുണ്ടാവുകയാണ്, You have obeyed me 100%. നീ എന്നെ 100% അനുസരിച്ചു. He says, I swear by myself. ഞാൻ എന്നെ കൊണ്ട് ആണയിടുകയാണ്. Because you have done this, Abraham. എബ്രഹാമേ, നീ ഇത് ചെയ്തതുകൊണ്ട് You have not withheld your son, your only begotten son. നിന്റെ ഏകജാതനായ മകനെ നീ തരാൻ I മടിക്കാത്തതുകൊണ്ട് will surely fulfill all the promises that I've made. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും ഞാൻ നിർവഹിക്കും. Because you are not, you didn't keep anything to yourself. നീ ഒന്നും നിനക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചില്ല. 100%. 100%. That's when heavens opens up. അപ്പോൾ മാത്രമേ സ്വർഗം തുറക്കത്തുള്ളൂ. ഹല്ലേലൂയ. That's when heavens open up. അപ്പോഴാണ് സ്വർഗം തുറക്കുന്നത്. This is a God who demands it all. ഈ ദൈവം സകലതും ചോദിക്കുന്നു. You may think I gave up this and I gave up that and I went through this and that, and God says, I need it all. I need it all. I നമ്മൾ need it പലപ്പോഴും all. പറയാറുണ്ട്, ഞാൻ ദൈവത്തിന് വേണ്ടി ഇത് ചെയ്തു അത് ചെയ്തു ഇന്ന കാര്യമൊക്കെ വിട്ട് കളഞ്ഞെന്ന്. ഒന്നും അല്ലാതെയോ അല്ല നമ്മൾ 25% is not going to do. 50, 75, not going to do. 50%, 75% കൊണ്ട് സംതൃപ്തിപ്പെടുന്ന ഒരു ദൈവം അല്ല. This is God's work. It can only be done His way. ദൈവത്തിന്റെ പദ്ധതി ദൈവത്തിന്റെ വഴിയിൽ മാത്രമേ ചെയ്യാനൊക്കത്തുള്ളൂ. And I'm telling you, His way is 100%. ആ ദൈവം ആഗ്രഹിക്കുന്ന 100%. This is a God who demands it all. ദൈവം സകലതും ചോദിക്കുന്നു. Let's close our eyes this morning. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. Where are you in this journey? ഈ യാത്രയിൽ നമ്മൾ എവിടെയാണ്? In this faith journey. ഈ വിശ്വാസ യാത്രയിൽ എവിടെയായിരിക്കുന്നു? Perhaps at 25%. ഒരുപക്ഷെ 25% നിൽക്കുകയാണോ? Yes, I give up, my country, my people. ഞാൻ എൻ്റെ ദേശത്തെയും നാടിനെയൊക്കെ വിട്ടു. Maybe even 50%. ഒരുപക്ഷെ 50% കാണാം. God, I love my household, God, but you took it away, and I'm still following you. കർത്താവേ, ഞാൻ എൻ്റെ വീടിനെയൊക്കെ ഒത്തിരി സ്നേഹിച്ചതാണ്, നീ അതും എടുത്തു കളഞ്ഞു. Perhaps 75%. കർത്താവേ, 75% വരെ ഞാൻ നിന്നെ അനുസരിച്ചല്ലോ. The compromises that I'd made, God, I gave it up for you. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ കോംപ്രമൈസ് മൂലം ലഭിച്ച അനുഗ്രഹത്തെ നീ എടുത്തല്ലോ. Maybe some of us are there. ഒരുപക്ഷെ നമ്മൾ ചിലർ അവിടെ ആയിരിക്കും. Maybe it's love for the world. I don't know what it is, what your compromise is. Maybe some of you are there. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സുഖമായിട്ട് കരുതുന്നത് എന്തൊക്കെയായിരിക്കാം? ലോകത്തിലെ പല വിഷയങ്ങൾ. I don't know what your compromise is. നമ്മുടെ ജീവിതത്തിലെ കോംപ്രമൈസുകൾ, ലോകവുമായിട്ടുള്ള താരതമ്യങ്ങൾ എന്തൊക്കെയായിരിക്കാം? God is demanding that. അത് ദൈവം ഇന്ന് ചോദിക്കുന്നു. Give up. വിട്ടുകളയുക. If you're serious about following me. എന്നെ പിന്തുടരുന്നതിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അത് മീൻ ചെയ്യുന്നെങ്കിൽ. It's not your son of promise. അത് നിന്റെ വാഗ്ദത്തമല്ല. It's the son of your compromise. അത് നിന്റെ ജീവിതത്തിൽ നീ തന്നെ കൊണ്ടുവന്ന കോംപ്രമൈസാണ്. You willing to give it up? അത് നീ കൊടുക്കുവാൻ തയ്യാറാണോ? Some of us even gave that up. നമ്മൾ പലരും അതും കൊടുത്തു കാണും. There may be just this one thing that we are holding on to. ഈ ഒരു വിഷയം മാത്രമായിരിക്കും ഇപ്പോൾ ദൈവത്തിൽ നിന്ന് പിടിച്ചു വെക്കുന്നത്. So at least that, God, I just can't. That's the most precious thing I got, Lord. കർത്താവേ, ഞാൻ എത്ര സ്നേഹിക്കുന്ന വിഷയമാണല്ലോ, അത് തരുവാൻ കഴിയത്തില്ല. God's asking you ദൈവം നിന്നോട് ചോദിക്കുന്നു, very personally. വളരെ വ്യക്തിപരമായിട്ട് സംസാരിക്കുന്നു. Are you willing to give 100%? ദൈവത്തിന് വേണ്ടി 100% തരുവാൻ, കൊടുക്കുവാൻ തയ്യാറാണോ? As an individual,
ഒരു വ്യക്തി എന്ന നിലയിൽ, as a family, ഒരു കുടുംബം എന്ന നിലയിൽ, even as a church. ഒരു സഭ എന്ന നിലയിൽ. That's the only way we can do the will of God. മറ്റൊന്നും കൊണ്ടും ഇത് ഫുൾഫിൽ ചെയ്യാനൊക്കത്തില്ല. The fulfillment of God's promise lies in complete surrender. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് നമ്മൾ മുഴുവനായി താഴ്ത്തി ഏൽപ്പിക്കുമ്പോഴാണ്. Complete surrender. മുഴുവനായി ദൈവസന്നിധിയിൽ സറണ്ടർ And ചെയ്യുമ്പോഴാണ്. total obedience. ആൻഡ് മുഴുവനായി ദൈവസന്നിധിയിൽ അനുസരിക്കുമ്പോഴാണ്. So Lord, I commit my people into your hands, O Lord Jesus. കർത്താവായ യേശുവേ, എൻ്റെ ജനത്തെ മുഴുവൻ ഞാൻ നിനക്കായി ഏൽപ്പിക്കുന്നു. Lord, they have made a lot of sacrifice in their lives, O Lord. കർത്താവേ, പല പ്രാവശ്യം അനേക കാര്യങ്ങൾ ത്യാഗമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. But as you have reminded us this morning, കർത്താവേ, ഇന്ന് രാവിലെ കാലം വീണ്ടും അവിടെ നിന്ന് ഓർപ്പിച്ചുണർത്തിയല്ലോ. you need it all, Lord Jesus. You demand it all from us, oh Father. കർത്താവേ, ഞങ്ങളിൽ നിന്ന് ഞങ്ങളെ തന്നെ 100% പൂർണ്ണമായി അവിടെ നിന്ന് ആഗ്രഹിക്കുന്നല്ലോ. So I commit each one of my brother, my sister into your hands, oh Lord Jesus. ഓ കർത്താവായ യേശുവേ, ഇവിടെ ആയിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെയും സഹോദരിമാരെയും പൂർണ്ണമായിട്ട് ഞാൻ അങ്ങയുടെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. I do not know where they are in this journey of faith, Lord. അവരുടെ വിശ്വാസ യാത്രയിൽ അവരെ ഇപ്പോൾ എവിടെയായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നില്ല. Lord, if there's anything that is hindering them from moving forward, oh Father, പിതാവേ, അവരുടെ യാത്രയിൽ മുമ്പോട്ട് പോകുന്നതിന് തടസ്സമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ I pray that you would intervene in a very supernatural way. കർത്താവ് അവിടുന്ന് അത്ഭുതകരമായി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ. Intervene into their life situation, Lord. അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് അവിടുന്ന് തന്നെ കടന്നു വന്ന് അവിടുന്ന് അവരെ സന്ദർശിക്കണം. Intervene, Jesus, intervene into their lives, oh Father. യേശുവേ, അവരുടെ ജീവിതത്തെ അവരെ സന്ദർശിക്കണമേ. If there is a son of compromise, intervene, Jesus. അവരുടെ ജീവിതത്തിൽ കോംപ്രമൈസിന്റെ മക്കളോ അനുഭവങ്ങളോ ഉണ്ടെങ്കിൽ, Lord, if they're holding anything back, intervene, Jesus. അവർ എന്തെങ്കിലും അവിടത്തേക്ക് തരാതെ വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അവരെ സന്ദർശിക്കണമേ. Intervene the way only you can, Jesus. കർത്താവേ, അങ്ങേക്ക് മാത്രം സന്ദർശിക്കാവുന്ന രീതിയിൽ And സന്ദർശിക്കണമേ. I commission them to fully follow your will completely in your name, Father. അങ്ങയുടെ നാമത്തിന് വേണ്ടി, അങ്ങയുടെ പദ്ധതിക്ക് വേണ്ടി അവരെ മുന്നോട്ട് പോകുവാനായിട്ട് ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. Thank you, Lord, for hearing and answering our prayers. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനയെ കേട്ട് അതിന് മറുപടി നൽകുന്നതിനാൽ സ്തോത്രം. We give you all glory, honor, and praise. കർത്താവേ, അങ്ങേക്ക് സകല മാനവും മഹത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു. In Jesus' name. യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. 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 Hallelujah. God bless you. സാക്രിഫൈസ് ചെയ്യാനൊരു വില്ലിങ്നെസ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഈ ശക്തമായ ആലോചന, ഞാൻ കർത്താവിൻ്റെ ദാസ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആലോചന എനിക്ക് വേണ്ടി തന്നെ എടുക്കുകയായിരുന്നു. അത്ര ശക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ട ഈ ആലോചനയ്ക്കായിട്ട് നമ്മുടെ കരങ്ങളൊന്ന് അടിച്ച് ദൈവത്തിനൊന്ന് മഹത്വം കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രിയ കർത്താവേ, ഞങ്ങളെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. അടിയനെയും ദൈവം തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തെയും ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ 25, 50, 75 ഒന്നും പോരാ, 100% അങ്ങയുടെ നാമം മഹത്വത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുവാൻ, അതിനുവേണ്ടി വിടേണ്ടതിനെ വിടുവാൻ, കർത്താവെ എടുത്തു കളയേണ്ടതിനെ എടുത്തു കളയുവാൻ, ഇറക്കി വിടേണ്ടതിനെ ഇറക്കി വിടുവാൻ, സാക്രിഫൈസ് ചെയ്യേണ്ടതിനെ സാക്രിഫൈസ് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരമായി ഭവിക്കട്ടെ പിതാവേ. അങ്ങ് ഇടപെടുന്ന നല്ല ആലോചനയ്ക്കായി സ്തോത്രം. അങ്ങയുടെ ജനത്തെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ.